Assemblers. നമുക്കറിയാം കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രറ്റർ ഈ മൂന്ന് പേരും ട്രാൻസ്ലേറ്റർ ആണ്. അതിൽ അസംബ്ലർ വന്നിട്ട് അസംബ്ലി ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് എത്തിക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് അസംബ്ലർ എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊന്നും പലർക്കും അറിയത്തില്ലായിരിക്കും അല്ലേ? ഈ വീഡിയോയും ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന വീഡിയോസൊക്കെ അസംബ്ലറിനെ കുറിച്ചുള്ള വർക്കിങ്ങും അതിന്റെ മെഷീൻ ഡിപ്പെൻഡന്റ് ഫീച്ചേഴ്സും അതിന്റെ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സും അത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അൽഗോറിതംസ് ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അസംബ്ലറിന്റെ ബേസിക് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നും അതിനകത്ത് യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ്സും ആണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അസംബ്ലറിന്റെ ബേസിക് ഫംഗ്ഷനിലേക്ക് കിടക്കുന്ന സമയത്ത് ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ലേറ്റ് നിമോണിക് ഓപ്പറേഷൻ കോഡ് ഇൻ ടു ദെയർ മെഷീൻ ലാംഗ്വേജ് ഇക്വലന്റ്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനകത്ത് നിമോണിക് കോഡ്സും അതുപോലെ തന്നെ ഓപ്പറാൻസും വരുന്നുണ്ട്. ആ നിമോണിക് കോഡ്സിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റുന്നു? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്പറാൻസ് ഉണ്ടല്ലോ, എഴുതി കൊടുക്കുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനകത്ത് ഓരോ ഇൻസ്ട്രക്ഷനിലും വരുന്നത് ഓപ്പ് കോഡും ഓപ്പറാൻസും ആണ്. ഓപ്പ് കോഡിനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജ് ഇക്വലന്റ് ആക്കി മാറ്റാൻ പറയുന്നത്. ഓപ്പറാൻസിനെയാണ് നമ്മൾ സിമ്പിൾസ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾസ് അല്ലെങ്കിൽ സിംബോളിക് ലേബിൾസ് എന്ന് വിളിക്കുന്നത്. ഈ സിമ്പിൾസിന് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യും. നമ്മൾ സാധാരണ പ്രോഗ്രാമിനകത്ത് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേരിയബിൾസിനെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യത്തില്ലേ? ഈ വേരിയബിൾസിനെയാണ് ഇവിടെ സിമ്പിൾസ് എന്ന് വിളിക്കുന്നത്. ഈ സിമ്പിൾസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് മെമ്മറിക്കകത്ത് ഓരോ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഈ അഡ്രസ്സ് ഏതാണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഈ സിമ്പിൾസ് സ്റ്റോർ ചെയ്ത് വെക്കാനും ഇതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാനും ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഒരു സിമ്പിൾ ടേബിൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ ടേബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതെന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. അസംബ്ലർ ഡയറക്റ്റീവ്സ് C++ ഒക്കെ പഠിച്ച സമയത്ത് കീവേഡ്സ് പഠിച്ചിട്ടില്ലേ? സിയിലും C++ലും ജാവയിലൊക്കെ നമ്മൾ കീവേഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? കുറച്ച് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അവർക്ക് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഒക്കെ കൊടുത്ത വേർഡ്സിനെ നേരത്തെ തന്നെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനകത്ത് നമ്മൾ SIC ആണ് ഉദ്ദേശിക്കുന്നത്. SIC അല്ലെങ്കിൽ SIC/Xന്റെ പ്രോഗ്രാമാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ കുറച്ച് വേർഡ്സ് അവർ നേരത്തെ തന്നെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വേർഡ്സിനാണ് എന്ത് വിളിക്കുന്നത്? അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ വളരെ കുറച്ച് വേർഡ്സ് പറഞ്ഞുതരാം. ഒരു 6 വേർഡ്സ് പറയുന്നുള്ളൂ. ബാക്കി വേർഡ്സ് ഒക്കെ വഴിയെ നമുക്ക് പഠിച്ചു പോകാം. എല്ലാവരും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. സോ ഞാനിപ്പോൾ 6 പേര് പറഞ്ഞു തരാം. ഇതിനകത്ത് എല്ലാ പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനകത്ത് ഇപ്പം SICന്റെ പ്രോഗ്രാം ആയാലും SIC/X ആയാലും പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡയറക്റ്റീവാണ് സ്റ്റാർട്ട്. അതുപോലെ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിൽ പ്രോഗ്രാം എൻഡ് ആയി എന്ന് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്റ്റീവാണ് എൻഡ്. ഇനി ഈ 4 പേര് വേർഡ് ബൈറ്റ് റിസർവ് ബൈറ്റ് ഈ 4 പേര് വന്നിട്ട് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രോഗ്രാമിനകത്ത് നമ്മൾ സാധാരണ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സിമ്പിൾസ് യൂസ് ചെയ്യും. ഈ സിമ്പിൾസിനകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഓരോ വാല്യൂസിൻ്റെയും ലെങ്ത് ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ഇതിനനുസരിച്ച് എത്ര വേർഡ്സ് വേണം അല്ലെങ്കിൽ എത്ര ബൈറ്റ്സ് വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാം. അത് അത്രയും വേർഡ്സ് അല്ലെങ്കിൽ ബൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 4 ഡയറക്റ്റീവ്സ് ആണ് വേർഡ് ബൈറ്റ് റിസർവ് ആൻഡ് റിസർവ് ബൈറ്റ്. നമുക്ക് നോക്കാം ഓരോ ആൾക്കാർ എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാർട്ട് എന്ന ഡയറക്റ്റീവിൻ്റെ കൂടെ എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്? നെയിമും ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സുമാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ ഉണ്ടോ? കോപ്പി സ്റ്റാർട്ട് 1000 ഇതായിരിക്കും ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് ലൈൻ. ഈ ലൈനിനകത്ത് ഫസ്റ്റ് കാണുന്നത് കോപ്പി, അതായത് ആ പ്രോഗ്രാമിൻ്റെ നെയിം കോപ്പി എന്നാണ്. സ്റ്റാർട്ട് ഡയറക്റ്റീവ് കണ്ടപ്പോൾ മനസ്സിലായ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. കൂടെ തന്നേക്കുന്ന എന്താണ്? പ്രോഗ്രാമിൻ്റെ നെയിം കോപ്പിയാണ്. ഇതാണ് ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. അതായത് 1000 എന്ന ലൊക്കേഷനിലാണ് ഈ പ്രോഗ്രാം ഇരിക്കുന്നത്. 1000 മുതൽ താഴേക്കാണ് ഈ പ്രോഗ്രാം ഇരിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000 ആണ്. പ്രോഗ്രാം നെയിം എത്തുന്നതാണ് കോപ്പിയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എൻഡ് കൊടുക്കുന്നത്. അതിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എൻഡ് എന്ന ഡയറക്റ്റീവിൻ്റെ കൂടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കൂടെ സ്പെസിഫൈ ചെയ്യും. എക്സാമ്പിൾ ഉണ്ടോ? നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു തുടക്കത്തിൽ ഫസ്റ്റ് ലൈൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോപ്പി സ്റ്റാർട്ട് 1000. ആക്ച്വലി അതല്ല സ്റ്റാർട്ടിങ് അഡ്രസ്സ്. അതിൽ സ്റ്റാർട്ട് ഡയറക്റ്റീവ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്രോഗ്രാം നെയിമും സ്റ്റാർട്ടിങ് അഡ്രസ്സും വന്നിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ തൊട്ട് താഴെയാണ് കിടക്കുന്നത്. ഇതാണ് ആക്ച്വലി 1000 എന്ന ലൊക്കേഷൻ. STL റിട്ടേൺ അഡ്രസ്. ലിങ്കേജ് രജിസ്റ്റർ ആണ് L. ലിങ്കേജ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക, എന്ത് സ്റ്റോർ ചെയ്യുക? റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. അതാണ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ ഒരു ലേബൽ കൊടുത്തു ഫസ്റ്റ്. ഈ ഫസ്റ്റ് എന്ന ലേബലിനെയാണ് എൻഡിൻ്റെ കൂടെ മെൻഷൻ ചെയ്തേക്കുന്നത്. എൻഡ് ഫസ്റ്റ്. അതായത് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് എൻഡിലെത്തുന്ന സമയത്ത് തിരിച്ച് എവിടെ പോകണം? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലേക്ക് എത്തിച്ചേരണം. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വെച്ചേക്കുന്നത്. പ്രോഗ്രാമിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മനസ്സിലാക്കാനും അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഡയറക്റ്റീവിൻ്റെ കൂടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കൂടെ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. മെമ്മറി അലോക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡയറക്റ്റീവാണ് ബൈറ്റ്. ഇത് കാണുന്ന സമയം ഒത്തിരി പേര് തെറ്റായിട്ട് പഠിക്കും. ഒരു ബൈറ്റ് സ്പേസ് റിസർവ് ചെയ്തിടും. പക്ഷെ അങ്ങനെയല്ല. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ് ഇവിടെ ആദ്യം ജനറേറ്റ് ചെയ്യും. അത് ആ എഴുതുന്ന ഇൻസ്ട്രക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ക്യാരക്ടർ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റ് ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യും. അതിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര
എത്ര ബൈറ്റ്സ് ഉണ്ടോ അത്രയും ബൈറ്റ്സ് ഇവിടെ റിസർവ് ചെയ്തിട്ടും. കാര്യം ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനിരിക്കുന്ന അത്രയും സൈസ് ആവശ്യമായിട്ടുണ്ട്, അത്രയും സൈസ് ഇവിടെ വരും. അല്ലാതെ സിംഗിൾ ബൈറ്റ് അല്ല ഇവിടെ റിസർവ് ചെയ്തിടുന്നത്. അത് ഒത്തിരി പേര് തെറ്റായിട്ട് മനസ്സിലാക്കുന്ന കാര്യവും അങ്ങനെ പഠിക്കുന്നതുമാണ്. ജനറേറ്റ് വൺ വേർഡ് ഇൻറ്റിജർ കോൺസ്റ്റന്റ്, അതായത് ഒരു സിംഗിൾ വേർഡിന് വേണ്ടിയിട്ട് ഉള്ള സ്പേസ് ജനറേറ്റ് ചെയ്യാം. അതാണ് വേർഡ് എന്ന ഡയറക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർവ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സ്, എത്ര വേർഡ്സ് ആണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യും, ആ നമ്പർ ഓഫ് വേർഡ്സിനുള്ള സ്പേസ് അവിടെ ഒക്കുപ്പൈ ചെയ്തിടാം. ഓക്കെ, അതുപോലെ റിസർവ് ബൈറ്റിൽ വരുന്ന സമയത്ത് നമ്പർ ഓഫ് വേർഡ്സിൻ്റെ പകരം എത്ര ബൈറ്റ്സ് ആണോ വേണ്ടത്, എത്ര ബൈറ്റ്സ് ആണെന്നുള്ളത് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബൈറ്റ്സിനുള്ള സ്പേസ് റിസർവ് ചെയ്തിടും. സ്റ്റാർട്ട്, എൻഡ്, വേർഡ്, ബൈറ്റ്, റിസർവ് വേർഡ്, റിസർവ് ബൈറ്റ് ഇനിയും ഉണ്ട്. ഡയറക്റ്റീവ്സ് ഒക്കെ ഇനിയും ഉണ്ട്. പക്ഷേ ഈ ഡയറക്റ്റീവ്സ് ഒക്കെ നമുക്ക് വഴിയെ പഠിച്ചു പോകാം, കുറേശ്ശെ പഠിച്ചു പോകാം. ഒരു സിമ്പിൾ SIC അസംബ്ലറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എഴുതി കൊടുക്കുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ ഓരോ ഇൻസ്ട്രക്ഷനകത്തും ഓപ്കോഡ്സും ഓപ്പറാൻസും ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. ഓപ്പറാൻസ് ആണ് നമ്മൾ സിംബോളിക് ലേബിൾസ് അല്ലെങ്കിൽ സിമ്പിൾസ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ആ ഇൻസ്ട്രക്ഷനകത്തുള്ള, ഇപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ STL റിട്ടേൺ അഡ്രസ്, സ്റ്റോർ ലിങ്കേജ് രജിസ്റ്റർ, സ്റ്റോറിയുടെ റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. ഇതിനകത്ത് STL എന്ന് പറയുന്ന ഓപ്കോഡും റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സിംബോളിക് ലേബൽ അല്ലെങ്കിൽ ഒരു സിംബലുമാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ കണ്ടോ, നിമോണിക് ഓപ്പ് കോഡ് കണ്ടുപിടിക്കുക. അതായത് STL എന്ന് പറയുന്ന ഒരു നിമോണിക് കോഡാണ്. ഈ നിമോണിക് ഓപ്പറേഷൻ കോഡിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റുന്നു, ഇതിനെ മെഷീൻ ലാംഗ്വേജ് ഇക്വലൻ്റ് ആക്കി മാറ്റുന്നു. ഇത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ SIC Xന്റെ ആർക്കിടെക്ചർ പറഞ്ഞ സമയത്ത് അതിനകത്ത് ഞാൻ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് പറഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ 4 ഫോർമാറ്റ്സിൻ്റെ എക്സാമ്പിൾസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ഹെക്സ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത്. ഒരു ടേബിൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ടേബിളിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, STLൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. STL എന്ന നിമോണിക്കിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ 14 ആണ്. അസംബ്ലർ ഫസ്റ്റ് ചെയ്യുന്നത് നിമോണിക് കോഡിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റുന്നു, അതിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ ആക്കി മാറ്റുന്നു. 2, റിട്ടേൺ അഡ്രസ്സ് എന്താണോ, റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സിംബോളിക് ലേബലാണ്. ഈ സിംബോളിക് ലേബലിൻ്റെ ഇക്വലൻ മെഷീൻ അഡ്രസ്സ് എന്താണോ അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്ക് അസ്യൂം ചെയ്യാം, സപ്പോസ് ഇയാളുടെ അഡ്രസ്സ് 1033 ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ സിംബോളിക് ലേബലിൻ്റെ ഇക്വലൻ മെഷീൻ അഡ്രസ്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അതായത് STLൻ്റെ വാല്യൂ 14 എന്നായി മാറി, റിട്ടേൺ അഡ്രസ്സിൻ്റെ വാല്യൂ 1033 അയാളുടെ അഡ്രസ്സായി മാറി. ഈ 2 പേരും ഒരു ഇൻസ്ട്രക്ഷൻ്റെ 2 പാർട്ടായിരുന്നു. ഇതിനെ എല്ലാം കൂടെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞേക്കുന്നത്, ബിൽഡ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ പ്രോപ്പർ ഫോർമാറ്റ്. 14, ആ 14 അത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ 1033 ചേർത്ത് എഴുതുമ്പോഴേക്കും ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതുപോലെ ഓരോ ഇൻസ്ട്രക്ഷൻ കൺവേർട്ട് ചെയ്ത് പോവാം. ചില സമയത്ത് ഇൻസ്ട്രക്ഷൻസിൽ കോൺസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആ കോൺസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഇൻറ്റേർണൽ മെഷീൻ റെപ്രസെൻറ്റേഷനാക്കി മാറ്റുക. അതാണ് 4ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഓർഡർ എന്നല്ല, നമ്മൾ സ്കാൻ ചെയ്ത് പോകുന്ന സമയത്ത് ഓപ്പ് കോഡ് കിട്ടുകയാണെങ്കിൽ ഓപ്പ് കോഡിനെ അതിൻ്റെ ഹെക്സ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. സിംബോളിക് ലേബൽസ് കിട്ടുന്ന സമയത്ത് ഇക്വലൻ മെഷീൻ അഡ്രസ്സിലേക്ക് മാറ്റും. കോൺസ്റ്റൻസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ മെഷീൻ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നു. ഓരോ ഇൻസ്ട്രക്ഷനും ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ പ്രോപ്പർ ഫോർമാറ്റിലേക്ക് ബിൽഡ് ചെയ്ത് പോകുന്നു. ഫൈനലി എൻ്റെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ഇയാൾ എഴുതുന്ന അസംബ്ലി ലിസ്റ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് കോഡ് എഴുതാനായിട്ടൊരു പ്രോപ്പർ ഫോർമാറ്റ് ഉണ്ട്. ആ പ്രോപ്പർ ഫോർമാറ്റ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. കൂടാതെ അസംബ്ലറിൻ്റെ ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ്, ഡിസൈൻ ഓപ്ഷൻസ് തുടങ്ങിയവയൊക്കെയാണ് ഇനി വരുന്ന വീഡിയോസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.